ഏത് സമയത്ത് കഴിക്കാനാണെന്നുണ്ടെങ്കിലും വയറ് നിറയാൻ ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് പൊടി ഒന്ന് വാട്ടിയെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും ഒരു 2-3 ചെറിയ ഉള്ളിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ അങ്ങ് ചതച്ചെടുക്കാം. അത് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ചൂടാറി വന്നതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ചിങ്ങനെ വെള്ളം തൊട്ടിട്ട് ഒന്നങ്ങ് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഇതുപോലെ കുറേശ്ശെ ഓരോ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ നീളത്തിലാക്കിയതിന് ശേഷം കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ ഈ ഒരു വലിപ്പേ പാടുള്ളൂ, ഇതിൽ കൂടുതലാവാൻ പാടില്ല. ഇനി കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് നടുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയൊരു കുഴിയായിട്ട് വരണം, ആ ഒരു രീതിയിൽ അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മാവെല്ലാം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ പൊടി വാട്ടിയെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ ഓരോ പൊടിക്കനുസരിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ള പൊടി ഇപ്പോൾ കയ്യിലുള്ള പൊടി 1 കപ്പിന് 1.25 കപ്പ് വെള്ളമാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ചിട്ടും വെള്ളത്തിൻ്റെ അളവിൽ നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ മാറ്റം ഉണ്ടാവും. മുഴുവൻ മാവ് വെച്ചിട്ടും ഞാനിതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക കേട്ടോ. നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ മതി കേട്ടോ. ഇതൊന്ന് നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളകും 2ആയിട്ട് കീറിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. സവാളയൊക്കെ ഇതുപോലെ അങ്ങ് വാടി വന്നതിന് ശേഷം പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഒരു തക്കാളിയൊക്കെ ഒന്നങ്ങ് ഉടഞ്ഞ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മാത്രമേ ഞാൻ ഇതിലേക്ക് മസാലയായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഒഴിവാക്കിയിട്ട് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ മസാലയായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 200-250 ഗ്രാം ചിക്കനേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല ഒന്ന് പിടിച്ച് വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെള്ളമൊക്കെ വറ്റിപ്പോവും. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും പിന്നെ ഒരു 3-4 ചെറിയുള്ളിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഇത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒട്ടും തരികളൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ അങ്ങ് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ചിക്കൻ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ വെന്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആവിയായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കുഞ്ഞിപ്പത്തലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയ പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3-4 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഈ ഒരു കളറായിട്ട് വരുന്നത് വരെ ഒന്നങ്ങ് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ ചിക്കൻ കുഞ്ഞിപ്പത്തലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുഞ്ഞിപ്പത്തൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീഫ് വെച്ചിട്ടും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ചിക്കൻ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.